ഹലോ. ഇപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ, വീട്ടിലിരുന്ന് ബോറടിച്ചാണ്. അപ്പോൾ നമുക്ക് ബോറടി മാറ്റാനായിട്ട് കുറച്ച് കാർട്ടൂൺ വരച്ച് പഠിക്കാം. ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥാപാത്രത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരു വട്ടം വരച്ച് നമുക്ക് തുടങ്ങാം. കഥാപാത്രത്തെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വട്ടം വരച്ചൊരു റെഫറൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. എപ്പോഴും വട്ടത്തിൽ ഏകദേശം മധ്യഭാഗത്തായിട്ടായിരിക്കും അതിൻ്റെ ഒരു മുഖം വരയ്ക്കുമ്പോൾ അതിൻ്റെ കണ്ണ് വരുന്നത്. നമുക്ക് വട്ടം താഴെയായിട്ടൊരു കോഴിമുട്ടയുടെ ആകൃതിയിൽ ഒരു ദീർഘവൃത്തം എന്ന് പറയുന്ന ഒരു വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കേണ്ടത്. നമ്മൾ പെൻസിൽ അമർത്തിയോ അങ്ങനെയൊന്നും വരയ്ക്കും. അവിടെ കണ്ണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ആദ്യം ഓടി വരുന്നത് മുടിയും താടിയൊക്കെ വളർത്തി, മുടിയും ഇതൊന്നും ചീകാതെ കുറച്ച് നീണ്ട മുഖവും മെലിഞ്ഞ ശരീരവും അലസമായ മുഖഭാവമൊക്കെ. അപ്പോൾ നമുക്ക് കണ്ണുകൾ, അലസമായ രണ്ട് കണ്ണുകൾ, നീണ്ട മൂക്ക്. ജസ്റ്റ് റെഫറൻസ് ആണ്, വെട്ടി ഒതുക്കാത്തത് കൊണ്ട് വളരെ നീളത്തിലുള്ള മീശ. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മെലിഞ്ഞൊരു നീളത്തിലുള്ളൊരു കണ്ണാടിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതും മൂക്കിന് താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാരെയൊക്കെ നോക്കുന്നൊരു കണ്ണാടി ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ പഴയ ചിത്രകാരന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മീശ, പറഞ്ഞ പോലെ മുടി, ഐൻസ്റ്റീൻ്റെയൊക്കെ മുടി കണ്ടിട്ടില്ലേ? ബുദ്ധിജീവികളുടെ ഒരു ലക്ഷണമാണ്. ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിജീവി ടൈപ്പ് ആളാണോ? അതൊക്കെ ഒരു മുടി ഈ ഒരു ഷേപ്പിൽ വരും. എന്നൊരു മുഴുകാൻ താടി, ഒരു നമ്മൾ രണ്ട് പുരുകവും കൂടെ ഒരു തലക്കെട്ട്. തലക്കെട്ടിൻ്റെ മുകളിൽ മുടി. ഇത് നമുക്ക് പെന്നുകൊണ്ട് വരയ്ക്കാം. ഞാനിവിടെ റോക്കോൻ്റെ ഒരു കാലിഗ്രാഫി പെന്നാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിപ്പോൾ റെഫറൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. മുടിയുടെ തലക്കെട്ട്, മുടി, കണ്ണുകൾ, കൃഷ്ണമണി, പുരുകം, ഇത്തിരി പ്രായമുള്ളൊരു ആളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മീശ, കണ്ണട,
മെലിഞ്ഞ കണ്ണട. കണ്ണിന് താഴെയായി ഒരു ചില്ലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു റിഫ്ലക്ഷൻ്റെ ഒരു അടയാളം. താഴെ മുഴുകാൻ താടി. നമ്മുടെ കഥാപാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഫറൻസിന് വേണ്ടി വരച്ച പെൻസിലിൻ്റെ ഇടകളൊക്കെ മായ്ച്ചോളാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.